ഹായ് എവരിവൺ. നിങ്ങൾക്ക് അധിക ചിലവില്ലാണ്ട് കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. ഒരു 21 വയസ്സിന് ശേഷം എന്തൊക്കെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്ത്രീയിലും ഒരു പുരുഷനിലും ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് CBC ആണ് ചെയ്ത് നോക്കേണ്ടത്. ഹീമോഗ്ലോബിൻ്റെ അളവ്, നമ്മുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവൊക്കെ അറിയാം. രണ്ടാമത് ESR, അതിനകത്ത് നമുക്ക് ഒരു ഇൻഫ്ലമേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അടുത്തതാണ് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ. നമുക്ക് കൊളസ്ട്രോള്, നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ എങ്ങനെയാണ്, അതായത് ബാഡ് കൊളസ്ട്രോൾ എത്രയാണെന്നൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. മൂന്നാമതായിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. 2 മണിക്കൂറിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം ചെയ്യേണ്ടതായിട്ടുള്ളത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. പിന്നീട് മെയിനായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒന്നാണ് HbA1c. നമ്മളൊരു ഡയബറ്റിസ് ആണോ, പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ, അതോ സിവിയർ ഡയബറ്റിക് ആണോ എന്ന് അറിയാനായിട്ട് ഇത് എന്തായാലും ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. അതിനകത്ത് നമുക്ക് T3 T4 അറിയാൻ പറ്റും, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അറിയാൻ പറ്റും. പിന്നീട് സ്ത്രീകളിൽ 21 വയസ്സിന് ശേഷം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പാപ്സ്മിയർ ചെയ്യാൻ പറ്റത്തില്ല. ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഗൈനക്കോളജിയുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മുട്ടുവേദന, കൈയുടെ ജോയിൻസിനൊക്കെ വേദന എന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡിന്റെ ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. സെറം ക്രിയാറ്റിനിൻ ചെയ്ത് നോക്കാം. ഡയബറ്റീസ് ഉള്ളവർ പ്രത്യേകം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് യൂറിൻ പ്രോട്ടീൻ. മൂത്രത്തിൽ എന്തെങ്കിലും പ്രോട്ടീൻ്റെ ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ഡയബറ്റീസ് ആണ്, അവർ മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം പോയിട്ട് ഒരു 4 മണിക്കൂറിന് ശേഷം ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനല്ല, ഒരു 9 to 8 അവേഴ്സ് ഫാസ്റ്റിങ്ങിന് ശേഷമേ നിങ്ങൾ ഈ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാവൂ. എന്തെങ്കിലും കാർഡിയാക് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ നമുക്കൊരു ECG കൂടെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ലിവർ ഫംഗ്ഷൻ ചെയ്ത് നോക്കുക. LFT എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു SGOT PT എന്നുള്ളൊരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ മാത്രം ചെയ്താൽ മതിയാവും. സോ ഇത്രയൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ റൊട്ടീനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് വാരിക്കോരി എല്ലാം കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ട് ചെയ്ത് വെക്കുക. അടുത്തുള്ള ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ പോയിട്ട് ഈ ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കുക.